ചിലപ്പോ അവിടെ എത്തിണ്ടാവും കേട്ടോ. എന്തേ രാഘവേട്ടനെ കാണാത്ത? രാഘവേട്ടൻ ഒരു ദിവസവും സമയം പറ്റും. നമുക്കാണ് പോയാലോ? നമുക്ക് പോവാം. അല്ലേ വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ അങ്ങടെ പോണോ നോക്കിട്ട് പോവാം. ഹലോ, ആ എന്താടാ? ആണോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ലടാ, ഞാൻ ഓപ്പൺ ചെയ്തില്ല, അതായിരിക്കും. വീഡിയോ ആണോ? ആ, ഇന്നലെ നോക്കാടാ. ഇന്നലെ നോക്കാന്ന് പറഞ്ഞില്ലേ? ആ, ഹസ്ബൻഡ് എന്ത് പറയണു? ആ, ഞാൻ അന്വേഷിച്ചെന്ന് പറയട്ടാ. ഓക്കെ, ശരി. നീ കേട്ടില്ലേ? അവള് ഡാന്ന് വിളിച്ചിട്ടാ സംസാരിച്ചിരുന്നത്. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്ത് പറയണോന്ന്. ഏതൊക്കെ മുതല് ഓളെ വിറ്റ കായ് നമ്മളെ കൈമിലുണ്ട്. പിന്നല്ല. അതാരത്? എന്താ പോളൊക്കെ ഒരു ഹാല്. ഒരു കാമുകനോട് സംസാരിക്കുന്നു, വേറൊരുത്തൻ്റെ കൂടെ വണ്ടിയിൽ പോണ്. വല്ലാത്ത പെടപ്പന്നെ കേട്ടോ. ഏതാ ഈ പെണ്ണ്? ഏതാ പെണ്ണെന്നോ? ആ, സുമേഷ് ഏട്ടൻ്റെ മോള് മണ്ടു. ഏ സുമേഷ് ഏട്ടൻ്റെ? നമ്മളെ കേക്കല്ലേ, തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടിയോ? ആ. ചേടാ, ഈ പെണ്ണ് ഇത്ര വലുതായോ? അല്ലേ, ഓള് ഇവിടുന്ന് +2 കഴിഞ്ഞപ്പോ എന്തോ പഠനത്തിന് അങ്ങോട്ട് പോയതാ. അപ്പൊ വന്നപ്പോ വളർന്ന് പന്തിരിച്ചിരിക്കും. വെറുതെ അല്ല ഈ പെണ്ണ് ഇങ്ങനെ കാണിക്കണേ. സുമേഷ് ഏട്ടൻ്റെ അല്ലേ മോള്? അതിന്റെ സുമേഷ് ഏട്ടൻ എന്തോ അത് ശരി. അപ്പൊ ഈ സുമേഷ് ഏട്ടനെ എങ്ങനെ കല്യാണം കഴിച്ചെന്ന് അറിയാം എല്ലാരും കൂടിയിട്ടേ. പിന്നെ 3 ദിവസത്തേക്ക് അല്ലടോ, നമ്മുടെ സുഗതനും ഇതും അവിടെ വരാന്ന് പറഞ്ഞാണല്ലോ. വരാന്ന് പറഞ്ഞിപ്പോ വാക്ക് പാലിക്കണ ആളുകളുമാണ് രണ്ടും. ഈ സുഗതന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടാ. ആള് വെടുപ്പല്ല. പുതിയൊരു പണി തുടങ്ങിക്കണേ. എന്താണ്? കൃഷി. അത് നല്ലല്ലടാ. നമുക്ക് ആൾക്കാരനെ കൃഷി 50-100 വെച്ചിട്ട് പിരിവെടുക്കണേ. അതൊക്കെ വെച്ച് നോക്കോ, മൊയ്ത് അത്ര കുഴപ്പമില്ല. ഇച്ചിരി മേനുണ്ട്. എന്ത് അവനെപ്പോലത്തെ ഒരു വൃത്തികെട്ടവൻ ഈ നമ്മുടെ പ്രദേശത്തില്ല. എന്താണ്? ഭാര്യനെ പേടിയാണെന്ന്. ഭാര്യ അങ്ങാട് കടക്കരുന്ന് പറഞ്ഞാൽ അവൻ കടക്കൂല. പിന്നെ അവന്റെ ഭാര്യ ഉണ്ടല്ല, മറ്റേ നസീമ. ഭാര്യ നസീമ അവിടെ എന്തോ പാല് കറക്കാൻ വന്ന ഒരു ബംഗാളിയായിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അതെ, ഞാൻ ഒരു കാര്യം പറയും. നമ്മളിതൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ ചിച്ച് കണ്ടിട്ടില്ലല്ലോ. കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുത്താൻ നിൽക്കണം. എന്തിനാ വെറുതെ എന്റെ കാര്യം പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ പറയാണ്, ഈ ബംഗാളികൾക്ക് നമ്മൾ മലയാളി പെണ്ണുങ്ങളോട് ഒരു ഇത് ഉള്ളതാ. ആയിക്കോട്ടെ, നമ്മളൊന്നും പറയാൻ ഒന്നും നിൽക്കണ്ട. സംഗതി ഇപ്പൊ അവൻ ബംഗാളിയില് ഒന്നും കൂടി ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. ഇവള് മലയാളത്തിലൊന്നും അങ്ങോട്ടും ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. മതിയല്ലോ. അല്ല, അതിനൊക്കെ പറ്റിയ ആളുമാണ് ഓളെ. എന്നോട് ബാഹുലേയല്ലേ, ബാഹുലേയ എന്നോട് പറയണ്ടായി ഇത്. പിന്നെ കാര്യ കാണാത്ത കാര്യം. ബാഹുലേനാണ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല, പക്ഷെ നമ്മള് കണ്ടിട്ടില്ലേ. ആളുകളിങ്ങനെ പറയണ്ടല്ലോ. വേണ്ടെന്നാ ഞാൻ നസീമ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴേ ഇച്ചിരി കുഴപ്പമായിരുന്നു. എനിക്കറിയാം. ഈ ബാഹുലേനെ ഇത് പറഞ്ഞുണ്ടാക്കാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ഈ മൊയ്ത് വന്നുണ്ട്. നമുക്കിന് വരാൻ കണ്ടത് ഞങ്ങൾ എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന് കരുതി. ആ രാഘവേട്ടനെ ഇവിടെ സമയത്തിന് ഉത്തരവാദിത്വത്തിൽ എത്തണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തും. അതിനിപ്പോ നിങ്ങള് കാത്തു കണ്ട കാര്യമൊന്നുമില്ല. ഇതപ്പ പ്യാരീനെ ഒന്ന് കണ്ടു പഠിക്കും നിങ്ങള്. രാവിലെ 8 മണിക്ക് വന്നിരിക്ക അല്ലേ? അതെ, ഇന്നലെ പോയില്ലേ? അല്ല, ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടേ. പെരയില് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. വിഷയം കിട്ടുന്നു. എന്താണ്? നമ്മളെ സുമേഷ് ഏട്ടന്റെ മോളില്ലേ, സുമേഷ് ഏട്ടന്റെ മോള് മറ്റാ വെള്ളപ്പാറ്റ മോള് ഒരുത്തന്റെ കൂടെ ബൈക്കിൽ പോണ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടോ? ഇല്ല. എപ്പോ ഞങ്ങള് കണ്ട്. ഇത് പോയില്ല.
ഇന്നാ അപ്പൊ ഒരു വേറെ വഴി പോയി വേറെ വഴിക്ക് പോയി. ഒരു ചെങ്ങായിന്റെ കൂടെ ഏതാ ചങ്ങായി? ഏതോ ഒരു ചെങ്ങൊന്നല്ല ഓന്റെ കൂടെ ബൈക്കിൽ കയറി ചുറ്റും അതെ എന്റെ മോയിതോ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല അത് മാത്രല്ല ഇത് കേറുന്നതിന് മുമ്പ് ഇവിടെ ആരോടൊന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഏതോ ഒരുത്തനോട് വേറെ ഏതോ ഒരുത്തനോട് ഓനോട് എന്താ പറഞ്ഞതെന്താ? പറഞ്ഞത് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ഓളെ മൊബൈലിലേക്ക്. അയച്ചൊന്ന് കാണ്. അത് കണ്ട വീഡിയോ ആണെങ്കിൽ മോയിതോ സുഗതാ, നടന്ന് നിങ്ങൾ കണ്ട് എന്തിനാവട്ടെ നമ്മളത് പറയാക്കണ്ട. കേട്ടത് എന്തിനാവട്ടെ എന്ന് കണ്ട കാര്യമല്ല, കണ്ട കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇതെന്താ അറിയോ ബിസയോ, നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിയാ, സുമേഷ് ഏട്ടന് പ്രായമായി, നമ്മക്കൊക്കെ ഒരു ഉത്തരവാദിത്തമില്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത്? എന്തെങ്കിലും ആയിക്കോട്ടെ. ധാരാ പോണ ആളെ മനസ്സിലായോ? മനസ്സിലായോ? ചന്ദ്രൻ അത് വേറെ കഥ. ഞാൻ പിന്നെ അത് പിന്നെ പറയാം. പോയിട്ടാ പോണെന്ന് മനസ്സിലായ എവിടെ നമ്മളെ കണ്ടോണ്ട തലമുമ്പ് അത് ആരില്ലാന്ന് എന്തിനായിക്കോട്ടെ. ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് പറ്റാക്കണ്ട. അത് പറഞ്ഞ മിണ്ടാണ്ട് ഞാൻ പറഞ്ഞ എന്തറിയോ, ഇപ്പൊ ഈ സുമേഷിന്റെ മോളുടെ കൂടെ പോയ ആളെ ഇതുവരെ നമ്മൾ ഇവിടെ എവിടെ കണ്ടിട്ടില്ലാന്ന്. അപ്പൊ അതാ പറഞ്ഞ് ഇങ്ങനെ വേണ്ടാത്ത വർത്താനം പറയേണ്ട വെച്ചാലോളെ. കല്യാണം കഴിച്ചു പോകേണ്ട ഒരു പെൺകുട്ടിയാണ്. മനസ്സിലാക്കി നമ്മുടെ മാന്യത നമ്മള് കാറ്റാം. എന്താ ഈ മീനിഞ്ഞാനാള് എന്ന് പറയുമ്പോ ഏതോ എവിടെ കേൾക്കണ ഏത് കേൾക്കണാണ് ബൈക്കായിട്ട് ഇതേമാതിരി തന്നെ വന്ന് നിൽക്കണ്ട്. ഓള് ഇതിന്റെ പുറകിൽ അങ്ങോട്ട് ശകടത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി അച്ഛന്റെ അടുത്ത് ഇരിക്കണ മാതിരി അങ്ങോട്ട് വയറുമ്പോ അങ്ങോട്ട് കെട്ടി പിടിച്ചിട്ട് എന്താ സുജായിയുടെ പോക്ക്. എന്നിപ്പോ നമ്മൾ ഇതേമാതിരി വർത്താനം പറയുന്ന ആൾക്കാരല്ലേ. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കാമാന്നൊരു അസരം ഞങ്ങളുടെ അടുത്ത് ഉണ്ടോ? എന്താ ഉണ്ടാഞ്ഞ നമ്മുടെ മാന്യത മനസ്സിലാവുണ്ടോ? അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോ ഇവള് തിരുവനന്തപുരത്ത് പഠിക്കണ കാലത്ത് ഒന്നുമില്ല, നമുക്കിങ്ങനെ വെറുതെ നാക്ക് വെടക്കാൻ ഒന്നുമില്ല, ഒന്നും പറയാനൊന്നുമില്ല. രാഘവനെവിടെ? പറയണ്ട. നീ പറഞ്ഞ എന്താണ് പറയാ? രാഘവേട്ടന്റെ അവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വന്നിരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കണെങ്കിലും വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശം. എന്താണ്? ഭാര്യയും മക്കളും കൂടെ എപ്പോഴും തല്ലാറുണ്ട്. അറിഞ്ഞതാണിത്. മന്മത, അതെ അയാളുടെ കയ്യിലിരിപ്പാണ് കാര്യം. തല്ലണ എന്താണെന്നറിയാമോ? പുള്ളി പോയിട്ട് ഒരു പൈന്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും. എന്നിട്ട് ഈ കവിത ചൊല്ലലാണ്. മക്കളെ കിടത്തി ഉറക്കൂല, അതാണ് തട്ടിട്ട്. അത് പറയല്ലേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മക്കളും ഉണ്ടാതെ പോണം. ചെറിയ മകൻ വരെ ഇന്നലെ തന്നെ. സുഗത, എന്തെങ്കിലും ആയിക്കോട്ടെ. പ്യാരിയെ മൊയ്തോ മന്മത, കേട്ടത് കേട്ടു, നമ്മള് കണ്ടത് കണ്ടു, മിണ്ടാ കണ്ടു. അങ്ങനെ പോയിക്കോട്ടെ. അപ്പൊ ഈ ജാതി വർത്താനം ഇനി വേണ്ടാട്ടോ. അവനിപ്പോ രാഘവൻ തല്ലു കൊള്ളുക തല്ലു കൊടുക്കുക എന്താച്ചാ ആയിക്കോട്ടെ. ഓനായി ഓരോ കുടുംബമായി.